നമസ്കാരം. സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തായാലും വളരെ സന്തോഷം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടായിക്കോണത്തിനടുത്ത് പട്ടാരി എന്ന് പറഞ്ഞ സ്ഥലത്ത് എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ വീട്ടിൽ വീടും വർക്ക്ഷോപ്പുമായിട്ടൊക്കെയുള്ള സ്ഥലത്ത് ഇവിടെ അദ്ദേഹം പണിയുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഒരു അതിഥി എന്തോ എഴഞ്ഞു വന്ന് കുറച്ച് വേസ്റ്റ് സാധനങ്ങളുണ്ട് അതിൻ്റെ ഇടയിലോട്ട് കയറി എന്ന് പറഞ്ഞു. അപ്പോൾ പണി നടക്കുന്നുണ്ട്, വീടിൻ്റെ പണി മെയിൻ്റനൻസ് ഒക്കെ നടക്കണം. അപ്പോൾ ഒരുപാട് സാധനങ്ങൾ പുറത്തുനിന്നൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ പുറത്തുനിന്ന് പറഞ്ഞാൽ ക്ലോസറ്റുകൾ, നല്ല കവറായിട്ടുള്ള ക്ലോസറ്റുകളുണ്ടെങ്കിൽ ക്ലോസറ്റിനകത്തൊക്കെ ഇരുന്ന് വന്ന പാഴ്സലിനകത്തൊക്കെ ഇരുന്ന് ഒരുപാട് സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ സമയം കളയുന്നില്ല. അപ്പോൾ പുള്ളിക്കാരൻ വിളിച്ചിട്ട് അരമണിക്കൂറുള്ള ആ സമയത്തിൻ്റെ പുള്ളിക്കാരോടെ കാത്തു നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് പോകാൻ നമ്മളെ പ്രിയപ്പെട്ട സുഹൃത്തിനെ പരിചയപ്പെടാം. അതിനുശേഷം നമുക്ക് ബാക്കി വിശേഷങ്ങൾ പങ്കുവയ്ക്കും. നമസ്കാരം ചേട്ടാ, സുഖമായിരിക്കുന്നല്ലോ? എന്തുണ്ട് വിശേഷം? ഒത്തിരി വണ്ടികൾ വരാറുണ്ടോ? ഇത് എവിടെ കണ്ടെന്ന് പറഞ്ഞേ? ഞാൻ നോക്കുമ്പോഴത്തേക്ക് ഈ ഇടനാഴിന്ന് ഇതിങ്ങനെ ഇവിടെ നിങ്ങൾ ഇതിനകത്ത് പോയിട്ടില്ല, ഇങ്ങോട്ടും തിരിച്ച് പോയിട്ടില്ല. ഓ, പണിയെല്ലാം പണി നടക്കുന്നുണ്ടല്ലേ? ഒരുപാട് സാധനങ്ങളുണ്ടല്ലേ? മെറ്റീരിയൽസ് ഒത്തിരി കിടപ്പുണ്ടല്ലേ? ഓ, ഇതൊക്കെ ഇതെല്ലാം പറമ്പുകളാണ്. വീടിൻ്റെ പുറത്തൊക്കെ പറമ്പാണ്. ഓക്കെ, ഇവിടെയൊക്കെ. അപ്പോൾ ഇതിനിടയിലുണ്ട്. ആ സമയത്ത് ചേട്ടൻ ഇവിടെ ഉണ്ട്, പോയിട്ടില്ല. ഇത്രയും സാധനങ്ങളേ ഉള്ളൂ. നല്ല വെയിലുമാണ്. സംഭവം കൊണ്ട് പോയിട്ടില്ല എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് എവിടെയെങ്കിലും തന്നെ കാണും, അല്ലെങ്കിൽ കാർഡ്ബോർഡിനകത്ത് എവിടെയെങ്കിലും ആണോന്ന് അറിയില്ല. സമയം കളയുന്നില്ല. കാരണം വെച്ചാൽ നല്ല വെയിലാണ്, നല്ല ചൂടാണ്, ഒരുപാട് കോളുകൾ വരുന്നുണ്ട്. അപ്പോൾ പുള്ളി പറയുന്നത് പോലെ ഈ സാധനങ്ങൾക്കിടയിൽ ഇവിടെ സ്ഥിരം വണ്ടികളിൽ വാഹനങ്ങളിലൊന്നും ഒരുപാട് ചേരയും പുള്ളിക്കാരൻ കണ്ടിട്ടുണ്ട്. നമ്മൾ ഈ അടുത്ത കാലത്ത് നമ്മൾ ഒരു യാത്ര, ഒരു അണലി ഹെൽമെറ്റിനകത്ത് ഒരു കുളിമുറിക്കകത്ത് ഉപയോഗിച്ച് കുളിമുറിക്കകത്ത് കിടന്ന ഹെൽമെറ്റിനകത്തൊരു കൂറ്റൻ അണലിയെ നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടി പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ കഴിഞ്ഞ കുറേ നാൾ മുന്നേ ഒരു കുടത്തിനകത്ത് അടിപൊളി ഇതാണ്ട ഒരു ചട്ടിയുടെ പുറകിൽ. എനിക്ക് തോന്നുന്നത് ഇത് കയറി വന്ന് ഉടനെ ആയതുകൊണ്ടാണ് അത് അവിടെ തന്നെ ഇരുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു അവിടെ തണുപ്പുണ്ട്, പൈപ്പിൽ വെള്ളമുണ്ട്. അപ്പോൾ ചൂടും അനിവാര്യമാണ്, വെള്ളവും അനിവാര്യമാണ്. ഇപ്പോൾ ഇവർ എനിക്ക് തോന്നുന്നു പുള്ളിക്കാരൻ്റെ വീട്ടിലെ ആ പൈപ്പ് ഇവിടെ പണി നടക്കുന്നുണ്ട്. ഒരുപാട് മെറ്റീരിയൽസ് പുറത്തുനിന്ന് വരുന്നത്. അത് മാത്രമല്ല ഡെയിലി 10, 20, 25 കാറുകൾ പണിക്കായിട്ട് വന്ന് പോകുന്നതാണ്, AC വർക്കിൻ്റെയൊക്കെ. അപ്പോൾ ഇതിനകത്തൊക്കെ ഇരുന്ന് വരാം സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇത് നോക്കിയോളൂ. അത്ര ഞാൻ ഈ സാധനങ്ങൾ മാറ്റുന്ന വരുന്നത് കൊണ്ടല്ല, നമുക്ക് ക്യാമറ കണ്ണിൽ മറവില്ലാതെ കാണാൻ വേണ്ടിയാണ്. ഇതാണ്ടോ, ഇവിടെ കണ്ടോ ആ ചട്ടിയുടെ പുറകിൽ വിശാലമായിട്ട്. പുള്ളിക്കാരൻ പറഞ്ഞപ്പോൾ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നത് ചേര വല്ലതായിരിക്കും. പക്ഷെ ഇവിടെ നിന്ന് എനിക്ക് ഒരുപാട് അണലിയെ, ഈ കാട്ടായിക്കോണം, വാഴവിള, ഈ മേലെ നിന്നൊക്കെ ഒരുപാട് അണലി അതിഥികൾ എനിക്ക് കിട്ടിയിട്ടുള്ളൊരു സ്ഥലമാണ്. അതാണ് ഞാൻ എപ്പോഴും ഇപ്പോൾ നമ്മൾ ഒരു തടി അടുക്കി വെച്ചാൽ അവസാനത്തെ പീസ് എടുക്കുന്നത് വരെയും ഞാൻ പ്രതീക്ഷിക്കും. കാണും. ഇത് നോക്കി, ഒരു പല്ലി പാവം പേടിച്ച് എൻ്റെ മുന്നിരിക്കുന്ന നോക്കി, പാവം പേടിച്ച് എൻ്റെ മുന്നിൽ. അത് പിടിക്കത്തില്ല. ഞാൻ ഈ ചട്ടി പതുക്കെ മാറ്റിയാണ്. സത്യം പറഞ്ഞാൽ നമ്മുടെ യാത്രക്കിടയിൽ ഈ വർഷം കിട്ടുന്ന അതിഥികളുടെ സൈസ് ഒരു രക്ഷയില്ല. ഇതും തെറ്റൊന്നുമില്ല. ഇത് നമ്മൾ കഴിഞ്ഞ യാത്രക്കിടെ കിട്ടിയാണെങ്കിൽ അത്ര സൈസല്ല. പക്ഷേ എന്നാലും ഇതെനിക്ക് തോന്നുന്ന ഒരു 5-6 വയസ്സ് പ്രായം വരുന്ന, ഏകദേശം ഒരു 5.5 അടിയിലേറെ നീളം വരുന്നൊരു അതി. പക്ഷേ ഒരു കുഴപ്പമുള്ളതെന്നറിയാം, ഇത് നോക്കൂ, കണ്ണ് മൂടിയിരിക്കുന്നുണ്ട്. കണ്ണ് പടം പൊഴിക്കിച്ച സമയത്താണോ അതിന് കണ്ണിന് എന്തെങ്കിലും കുഴപ്പമാണെന്നല്ല. കണ്ണിൻ്റെ ഈ കണ്ണിൻ്റെ ഈ സൈഡിൽ കണ്ടോ, ആ ശൽക്കം കണ്ണിൽ നിന്ന് ഇളകി പോയിട്ടില്ല. അതങ്ങനെ. അപ്പോൾ ഞാൻ ചട്ടി പതുക്കെ മാറ്റാം. ഇതാ ബോൾ പോലെ ഉരുണ്ട്. പുള്ളിക്കാരൻ ആരോടും പറഞ്ഞില്ല, പുള്ളിക്കാരൻ ശല്യപ്പെടുത്തിയല്ലോ. കാരണം ഈ ആളുകൾ വരുമ്പോഴാണ് നമുക്ക് എപ്പോഴും ഇതിനൊന്നും ഇതൊക്കെ ഉണ്ട്. ഈ ടാങ്കിൻ്റെ സൈഡിലുള്ള കുഴിയിലെല്ലാം ഇറങ്ങിയാൽ അപ്പുറത്തെ ടാങ്കിൻ്റെ സൈഡിൽ പോയി കുഴിയിൽ ഇറങ്ങിയാലും പണിയാണ്. ഇതൊന്നും കിട്ടത്തില്ല. പിന്നെ പുറകോട്ട് പോയി കഴിഞ്ഞാൽ തട്ട് സാധനങ്ങൾ, വീടിൻ്റെ പണി എല്ലാം ഒരുപാട് പണി, മേശരി പണി, ടൈലിൻ്റെ പണി, അതുപോലെ പുതിയ ജനലുവാല് വെക്കുന്ന പണികൾ, തട്ടിൻ്റെ പണി. അപ്പോൾ ഇതെല്ലാം വേസ്റ്റ് കിടക്കണം പുറകിലേക്ക്. ഇതിൻ്റെ ഇടയിലെങ്ങനെ കയറി പോയി കഴിഞ്ഞാൽ
1 കിലോ വരെ കിട്ടാൻ പോകുന്നില്ല. ഇപ്പം നമ്മൾ ഇന്നലെ ഞാൻ മറ്റേ പറഞ്ഞ മേനംകുളത്ത് ബാത്റൂമിൻ്റെ ക്ലോസറ്റിനകത്ത് നോക്കിയതുപോലെ ആയിപ്പോൾ. നോക്കി ഇതായത് നോക്കൂ, ഇതാ അല്ല കടിക്കാനുള്ള ടെൻഡൻസി കേട്ടോ, നല്ലതായിട്ട് കടിക്കാനാണ് വരുന്നത് കേട്ടോ. നല്ല സൈസ്. അതുമാത്രം നോക്കൂ, എൻ്റെ തല നോക്കൂ, കണ്ണിൻ്റെ പുറകിൽ കവിള് വെറുത്തിരിക്കുന്ന നോക്കൂ, അടിപൊളി. കടി 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 മാത്രം നോക്കിക്കോളാ. എൻ്റെ അമ്മോ, എന്ത് സൈസാണ് ഇത്. സൈസിൻ്റെ മാത്രമല്ല, അതിൻ്റെ കളറോ. യഥാർത്ഥ മൂർഖൻ്റെ കളർ ഇത് തന്നെയാണ്. പക്ഷെ എന്നാലും ഒരു പ്രത്യേകത ഉള്ളത്, ഈ കണ്ണിന് ചെറിയൊരു പ്രശ്നമുണ്ട്, ചെറുതായിട്ടുള്ള ഇത്തിരി നല്ല പ്രശ്നമുണ്ട്. ആ ഒരു കണ്ണ് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ മാത്രമേ പെട്ടെന്ന് കടിക്കുകയുള്ളൂ. ഇത് കണ്ടോ, ഈ കണ്ണ് കണ്ടോ, ഒന്നും കാണുന്നില്ല കണ്ടോ, ഈ കണ്ണിൻ്റെ പാട് നല്ല മറവാണ്. അപ്പോൾ ഈ പെട്ടെന്ന് കടിക്കാനുള്ള ടെൻഡൻസി ഇവർക്കുണ്ടാവും, ചാടി കുതിച്ച് കടിക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല, ഇദ്ദേഹത്തിന് നമ്മൾ കുറച്ചുകൂടി സൗകര്യമായിട്ട് അങ്ങോട്ട് നീക്കി വെക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒത്തിരി ആൾക്കാർ ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്കും കൂടി കാണാൻ നമ്മളൊരു പാമ്പിനെ പിടിക്കുമ്പോൾ പരിചയപ്പെടും. നമ്മളിപ്പോൾ പേടിച്ച് ഒളിച്ചൊന്നും പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. ആൾക്കാർക്ക് കാണേണ്ട രീതിയിൽ നമ്മൾ ഒരതിഥിയെ പിടിച്ചാൽ അതിതാണ് എന്ന് അവരെ നമുക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്, നമ്മുടെ ആവശ്യമാണ്. ഏകദേശം 6 അടിയിലേറെ, 6.5 അടിയോളം എൻ്റെ ഹൈറ്റിനേക്കാളും ഹൈറ്റ് ഉണ്ട്. നമ്മുടെ വീട്ടിൽ വരുന്ന ഒരു വന്യമൃഗം ഏതായാലും, ഒരു കരടി ആയിക്കോട്ടെ, കടുവ ആയിക്കോട്ടെ, പുലി ആയിക്കോട്ടെ, ആന ആയിക്കോട്ടെ, സിംഹമായിക്കോട്ടെ, പാമ്പായിക്കോട്ടെ, പാമ്പ് ഉരകം കൂടിയാണ്. അപ്പോൾ എല്ലാ വീടുകളിലും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചില ആൾക്കാർ തല്ലിക്കൊല്ലുന്ന കേസിൽ ഒരുപാട് നടക്കാറുണ്ട്. പക്ഷേ ഇവിടെ സത്യമായി ഇതൊരു വർക്ക്ഷോപ്പാണ്, നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ AC ഒക്കെ പണിയുന്ന വർക്ക്ഷോപ്പ്. അപ്പോൾ ഇവിടെയൊക്കെ വരുന്ന വാഹനങ്ങൾക്കകത്ത് ഒരുപാട് അതിഥികൾ വരും. അപ്പോൾ അത് ഇവർ വണ്ടി ചിലപ്പോൾ ഇവരിവിടെ ഇട്ടിട്ട് പോകും, പുള്ളിക്കാരൻ പണി ചെയ്ത് ഇവിടെ അങ്ങ് ഇടും. അപ്പോൾ അത് ഇതിനകത്തിരുന്ന് അതിൽ കുറേ കഴിയുമ്പോൾ ചൂടടിക്കുമ്പോൾ താഴേക്ക് ഇറങ്ങും. അപ്പോൾ എങ്ങോട്ടെങ്കിലും ഇപ്പോഴാണെങ്കിൽ ഇവിടെ കുറച്ചുകൂടി വീട്ടിൻ്റെ പണി നടക്കുന്നുണ്ട്, എന്താ പറയുക, ഒരുപാട് മെറ്റീരിയൽസ് പുറത്ത് വന്നിട്ടുണ്ട്. ഇനി ഇവിടെ വണ്ടിയിൽ തന്നെ വന്ന അതിഥി ആവണമെന്നില്ല. ഇദ്ദേഹത്തിൻ്റെ ഈ കണ്ണിന് ഒരു ചെറിയ കുഴപ്പമുണ്ട്. ഈ വലതുവശത്തെ കണ്ണ്, എൻ്റെ വലതുവശത്തുള്ള ഈ കണ്ണിന് ചെറിയൊരു കുഴപ്പമുണ്ട്. എന്താണെന്ന് അറിയാമോ, കണ്ണ് മൂടിയിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഷെയ്ഡ് ഒന്നും കിട്ടത്തില്ല, ഈ സൈഡ് മാത്രമേ കിട്ടുള്ളൂ, ഈ സൈഡ് മാത്രമേ. പക്ഷേ വേറെ പ്രത്യേകതയുണ്ട്, ഈ ഇടത് സൈഡിൽ കഴുത്തിൻ്റെ താഴെ, ഭണത്തിൻ്റെ താഴെ ഒരു ഒട്ടൽ. അപ്പോൾ ഏതെങ്കിലും രീതിയിൽ അപകടങ്ങൾ, കാരണം അപകടം എന്ന് പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ കീരിയുടെ കടി കിട്ടുന്നതാവാം, ചിലപ്പോൾ എന്തെങ്കിലും സാധനം മേളിൽ നിന്ന് വീഴുന്ന, ചിലപ്പോൾ ആൾക്കാർ എറിയുന്നതാവും. ഇന്നിപ്പോൾ നമുക്ക് ഒരുപാട് പാമ്പ് എന്നെ കൊല്ലുന്നത് കൂടിയിട്ടുണ്ട്. കാരണം എന്താണെന്നറിയാമോ, പാമ്പ് കടി ഒരുപാട് കൂടുന്നു, പാമ്പ് കടിയുടെ മരണം കൂടുന്നു. അതിലുപരി എൻ്റെ ഇത്രയും വർഷത്തെ 10, 35, 40 വർഷത്തെ എക്സ്പീരിയൻസ് ഇടയിൽ സിറ്റിയിലൊന്നും പാമ്പ് ഇല്ലാതിരുന്ന സ്ഥലങ്ങളിൽ പോലും ഇപ്പോൾ മൂർഖൻ അതിഥികളെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അത് എവിടെ നിന്ന് വരുന്നു വെച്ചാൽ ഒരു പിടിയില്ല, ചെറുതില്ലാത്ത സ്ഥലത്ത് വലുത് വരുന്നു. ഇത് ഒന്ന് കണ്ടാൽ നമുക്ക് ഏതെങ്കിലും വാഹനത്തിൽ വരുന്നു എന്ന് പറയും, 1, 2, 3, 4, 10 ഒന്നും അല്ല കാണുന്നത്, അതിൽ കൂടുതൽ കാണുന്നുണ്ട്. കിട്ടുന്ന പാമ്പുകളൊക്കെ ഇപ്പോൾ കേരളത്തിൽ പിടികൂടുന്ന അതിഥികളൊക്കെ സൈസുള്ള കുഞ്ഞുങ്ങളെ കിട്ടുന്നില്ല, സൈസുള്ള അതിഥികൾ. അപ്പോൾ നമുക്ക് നമ്മൾ മനസ്സിലാക്കണം ഇത് എവിടെ നിന്നാണ് വരുന്നത്. അടുത്ത പറമ്പുകൾ കുറവാണ്. ഇപ്പോൾ ഇവിടെ സംബന്ധിച്ച് പോത്തൻകോട്, കാട്ടായിക്കോണം ഈ ഏരിയ എന്നൊക്കെ പറഞ്ഞാൽ പാമ്പുകളുടെ ഒരു താഴ്വരയാണ്. കാരണം ഇവിടെ നിന്ന് എനിക്ക് തോന്നുന്നു ഈ ഏരിയ എന്നൊക്കെ തന്നെ എനിക്കൊരു 100-ലേറെ ശംഖുവരയൻ, കാട്ടുപാമ്പ്, മൂർഖൻ, അണലി ഒക്കെ എനിക്ക് ധാരാളം കിട്ടിയിട്ടുള്ളൊരു ഏരിയയാണ് ഈ ഒരു സ്ഥലം. പക്ഷേ ഇതിപ്പോൾ നമുക്കൊരു വർക്ക്ഷോപ്പാണ്. ഇപ്പോൾ വർക്ക്ഷോപ്പ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു വാഹനങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ നമ്മുടെ യാത്രകളിൽ ഒരുപാട് അതിഥികൾ നമ്മൾ വാഹനങ്ങൾ പൊളിച്ചെടുക്കുന്നതൊക്കെ നമ്മളെ പ്രേക്ഷകങ്ങളിൽ പരിചയപ്പെടും. പക്ഷേ ഇത് കണ്ടാലൊരു മെയിൽ അതിഥിയാണ്, ആണതിഥിയെ പോലെയാണ്. അദ്ദേഹത്തിൻ്റെ തല, ചുണ്ട് കൂർത്തിരിക്കുന്നത്, അതുമാത്രം വാലിൻ്റെ ടെയിലിൻ്റെ ആ ഭാഗം മോശം പോകുന്ന അവിടെ നിന്ന് നീളം കുറഞ്ഞ് വരുന്നതാണ് ഫീമെയിലെന്നും, നീളം കൂടി പോകുന്നതാണ് മെയിലെന്നും, ചുണ്ട് കൂർത്തിരിക്കുന്നതാണ് മെയിലെന്നും,
തല നല്ല വലിപ്പത്തിൽ ആണെന്നും ഒക്കെ നമ്മൾ മെയിലെന്നും ഒക്കെ നമ്മൾ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ പല പാമ്പ് സംരക്ഷകരും, പാമ്പിനെ സ്നേഹിക്കുന്നവരും പാമ്പിനെ പിടികൂടുന്നവരൊക്കെ അത് പറയാറുണ്ട്, അത് പറഞ്ഞിട്ടുണ്ട്, പഠിക്കുന്നവരൊക്കെ ഉണ്ട്. പക്ഷേ നമ്മുടെ കേരളത്തിൽ നിർഭാഗ്യമെന്ന് പറയട്ടെ, ഒരു പഠനങ്ങൾ നടക്കുന്നില്ല. നടക്കുന്ന പഠനങ്ങൾ ആരെങ്കിലും അങ്ങനെ ഒരു പഠനം നടത്തുകയാണെങ്കിൽ അവരെ ഏത് രീതിയിലും തടസ്സപ്പെടുത്താനാണ് നമ്മുടെ നാട്ടിൽ പ്രവണതകൾ കണ്ടുവന്നത്. എന്തായാലും നമുക്ക് സന്തോഷമുണ്ട്. കാരണം നമുക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് കുറച്ച് എപ്പിസോഡ്, 1 2 10 100 ഭാഗങ്ങൾ പരിചയപ്പെടുത്തി, ആൾക്കാരെ പരിചയപ്പെടുത്തി ബോധവൽക്കരിക്കണമെന്ന് തോന്നി. അതൊക്കെ നമുക്കിപ്പോൾ കഴിഞ്ഞു. നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് നമ്മൾക്ക് ഒരുപാട് അതിഥികളെ ഒരുപാട് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് തന്നെ ഒരാൾ പറയുന്ന ഒരു വീഡിയോ നമുക്ക് കേൾക്കാൻ പറ്റും. എന്താണെന്ന് അറിയാമോ? രണ്ട് ചേരകൾ തമ്മിലിങ്ങനെ ഇണചേർന്ന് ആണുവാണെന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ എല്ലാ ചേരകളും തമ്മിൽ അങ്ങനെ ആണുവാണ് തമ്മിൽ ഫൈറ്റിംഗ് ഉണ്ടാവും. ഫീമെയിലും 2 മെയിലുകൾ തമ്മിലിങ്ങനെ ഫൈറ്റ് ചെയ്തിട്ടാണ് ജയിക്കുന്ന മെയിൽ ചേരയാണ് ഫീമെയിലിനെ ഇണചേർന്നത്. എന്ത് ശുദ്ധമായ മണ്ടത്തരമെന്നറിയാം ഇതൊക്കെ പറയുന്നത്. പാമ്പുകൾ ഫൈറ്റ് ചെയ്തിട്ടല്ല ജയിച്ചിട്ടല്ല അടുത്ത ഫീമെയിലായിട്ട് ഇണചേർന്നത്. അത് കടുവയിൽ മാത്രം കണ്ടുവരുന്നൊരു പ്രത്യേകത അത്. പിന്നെ ഇപ്പോൾ നമുക്കിതാ നോക്കുക, ഇദ്ദേഹത്തിന് നല്ല സൈസ് ഉണ്ട്, അതായതുണ്ട് ഈ വിറയ്ക്കുന്നുണ്ട്. നമ്മളെപ്പോഴും പാമ്പിനെ പിടിക്കുന്ന ആൾക്കാർക്ക് അതറിയായിരിക്കും. ഇങ്ങനെ നിന്നിട്ട് വൈബ്രേറ്റ് ചെയ്യും, പത്തി ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യും, ഇങ്ങനെ നിന്നിട്ട് വൈബ്രേറ്റ് ചെയ്യുന്നതിൽ അടുത്തത് അദ്ദേഹം ചെയ്യുന്ന കടിക്കുക എന്നുള്ള പോയിന്റിലേക്ക് കടിക്കുക എന്നുള്ളതാണ്. ആ വൈബ്രേറ്റ് ചെയ്ത് അദ്ദേഹം ഒന്നുകൂടി ബോഡി ഒന്ന് ഉഷാറാക്കും, ബോഡി ഒന്ന് പിടിപ്പാണ്ട, ഇപ്പോൾ അടുത്ത് കടിക്കുക എന്നുള്ളത്, അടുത്ത ബൈറ്റ് ചെയ്യുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത ലക്ഷ്യം. ഇതാണ് അതായത് എപ്പോഴും നമ്മൾ പാമ്പിനെ പിടിക്കാൻ പോകുന്ന ആൾക്കാർ എപ്പോഴും ശരി, പാമ്പ് പണമെടുത്ത് നിന്നാലും നമ്മൾ അടുത്ത് നിൽക്കുമ്പോൾ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ അടുത്തത് ബൈറ്റാണ്. അടുത്ത് ഏതാണ് അവൻ കറക്റ്റ് ആ പോയിൻ്റ് അളന്നു കഴിഞ്ഞു, അടുത്ത ആ പോയിന്റിലേക്ക് പിടിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ. പക്ഷേ ഇപ്പോൾ ഈ നിൽക്കുന്നത് എന്തായാലും കടിക്കാനല്ല, പേടിച്ചിട്ട് മാത്രം. ഇത് പേടി കൊണ്ട് മാത്രം പാമ്പുകൾ എപ്പോഴും പണമെടുത്ത് നിൽക്കുന്നത്, അല്ല ഒരിക്കലും എനിക്ക് കടിച്ചില്ല എന്നുള്ള രീതിയിലാണ്. പേടിച്ച് നമ്മളൊന്ന് പാനിക്കാവുമ്പോൾ അവന് രക്ഷപ്പെട്ട് ഏതെങ്കിലും മാളത്തിൽ കയറാം. പാമ്പിനെ പിടിക്കുന്ന ആൾക്കാർക്ക് അതറിയാം. പാമ്പിനെ പിടിക്കുന്നത് വെച്ചാൽ പാമ്പിനെ പിടിച്ച് പഠിക്കുന്നവർക്ക്, അല്ല പാമ്പിനെ ഇപ്പോൾ മുന്നിൽ കൂടെ ഒരു ചാക്കും കൊണ്ടുപോയി പിന്നിൽ കൂടെ ഒരു ചാക്കും കൊണ്ടുപോയി അങ്ങനെയുള്ളവർക്ക് അതറിയാൻ പറ്റില്ല. പാമ്പിനെ കൈ കൊണ്ടൊക്കെ പിടിച്ച് കുറേ കാലമായി ഇതിൻ്റെ പിറകെ നടക്കുന്നവർക്കറിയാം പാമ്പുകളുടെ ഓരോ ചലനങ്ങൾ. ഇപ്പോൾ ഇങ്ങനെ നിൽക്കുന്നു, അടുത്ത് അവൻ എന്ത് ചെയ്യാൻ പോകുന്നു എന്നുള്ളത് അവനാണ്. ഇത് കണ്ടോ, പത്തിയുണ്ട്, രാജഗോപാലിൻ്റെ ഭണം പോലെ താഴേന്ന് തുടങ്ങുന്ന ഭണമാണ്. കവിള് കണ്ടോ, നല്ല വലിയ കവിള്. കണ്ണിൻ്റെ പുറകെ എപ്പോഴും നിങ്ങൾ പറയും, കണ്ണിൻ്റെ പുറകിൽ കവിള് വീർത്തിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിച്ചുള്ള ഫുൾ എഫക്റ്റിലാണ് അതിൻ്റെ ആ പുറകിൽ ആ വെനം ഇരിക്കുന്നുണ്ട്. അടുത്ത വായ ഇങ്ങനെ തുറന്നു വരിക എന്നാൽ അടുത്ത കടിക്കുക എന്നുള്ളത്. വായ ഇങ്ങനെ ചലിപ്പിച്ച് വരുന്നുണ്ടോ, ഈ സൈഡ് കാണാൻ പറ്റും കേട്ടോ, ഈ സൈഡ് കാണാൻ പറ്റുന്നതാ, ഈ സൈഡ് ഇങ്ങനെ കാണാൻ പറ്റും. വായ ഇങ്ങനെ തുറന്നു വരികയാണ്. വായ തുറന്നു വയ്ക്കുന്നത് അദ്ദേഹം കറക്റ്റ് പല്ല് അനക്കി കഴിഞ്ഞ് അടുത്തത് കടിക്കുക എന്നുള്ളത്. ഇതെല്ലാം എൻ്റെ ജീവിതത്തിൽ എൻ്റെ യാത്രകളിൽ എനിക്ക് കിട്ടിയ കടികൾ. 6 പ്രാവശ്യം വെൻറ്റിലേറ്ററിലും 10 പ്രാവശ്യം ഐസിലും കിടക്കാനുള്ള ഭാഗ്യം ഉണ്ടായപ്പോൾ ഓരോ കടികളിൽ നിന്ന് കിട്ടുന്ന അദ്ദേഹത്തിൻ്റെ മാറ്റങ്ങൾ, അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെയ്യാൻ പോകുന്നത് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അന്ന് മുട്ടി കടി കിട്ടിയ ശേഷം അതിനുശേഷം കയ്യിൽ കടി കിട്ടിയത്, വിരലിൽ കടി കിട്ടിയത്, പല വെച്ചിട്ട് കയ്യുടെ മുകളിൽ കടി കിട്ടിയത് ഒക്കെ മനസ്സിലാക്കിയിട്ടാണ് പറയുന്നത്. നമ്മുടെ വീടിൻ്റെ പരിസരത്ത് ചെറിയ മൂർക്കൻ പാമ്പിൻ്റെ കുഞ്ഞുങ്ങളെ കാണുന്നുണ്ടെങ്കിൽ അപ്പോൾ വിചാരിച്ചോളുക അടുത്ത പറമ്പിലോ നമ്മുടെ വീടിനകത്ത് അടുത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ കോമ്പൗണ്ടിലാണ് മുട്ടയിടുന്നത്. ഇണചേർന്ന് കഴിഞ്ഞാൽ ഒരു 55 തൊട്ട് 60 ദിവസം വേണം മുട്ടയിടാനുണ്ട്. പിന്നെ അടുത്ത 55 മുതൽ 60 ദിവസം വേണം മുട്ടയിടാൻ വിരിയാനായിട്ട്. അപ്പോൾ ഏകദേശം 4 മാസം. ഈ 4 മാസം ആകുമ്പോഴത്തേക്ക് ഏകദേശം 2 പ്രാവശ്യമെങ്കിലും ചട്ട പൊഴിച്ച് കാണും. ആ ചട്ട നമ്മുടെ ആ വീടിൻ്റെ പരിസരത്ത് എവിടെയെങ്കിലും കാണാം. അങ്ങനെയൊന്നും കണ്ടിട്ടില്ലെങ്കിൽ കുഞ്ഞുങ്ങൾ പുറത്തുനിന്ന് വരുന്നതായിരിക്കും, പേടിക്കേണ്ടല്ലോ. പിന്നെ ഈ കുഞ്ഞുങ്ങൾ മുട്ട വിരിയുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരുപാട് വാഹനങ്ങളിൽ ഇങ്ങനെ കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടാറുണ്ട്. എന്തായാലും നമ്മൾ സൂക്ഷിക്കണം. ഞാൻ വീണ്ടും ഓർമ്മിക്കും. ചില ആൾക്കാരിങ്ങനെ ചുമ്മാ പറയുന്നുണ്ട് കേരളത്തിൽ പാമ്പടിയുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്, പാമ്പടി ഇല്ല എന്നൊക്കെ പറഞ്ഞു. ശുദ്ധ മണ്ടത്തരമാണ്. പല സ്ഥലത്തുനിന്നും ഞാനിപ്പോൾ വിവരാവകാശം ചോദിച്ചിട്ടുണ്ട്. കേരളത്തിൽ മൊത്തം വിവരാവകാശം ചോദിച്ചിട്ടുണ്ട്. പാമ്പ് പിടുത്തക്കാർക്ക് കടി കിട്ടുന്നത്, പാമ്പിനെ അല്ലാതെ പാവപ്പെട്ട തൊഴിലുറപ്പിൻ്റെ പോകുന്ന അമ്മമാർക്ക് കടി കിട്ടുന്നത്, അതുപോലെ നടന്നു പോകുന്ന കുട്ടികൾക്ക് കടി കിട്ടുന്നത്, കിടക്കയിൽ കടി കിട്ടുന്നത്. കിടക്കയിൽ എങ്ങനെ കടി കിട്ടുന്നത്? ഇത്രയും നാളില്ലാത്ത മരണമാണ് കുട്ടികൾക്ക് കിടക്കയിൽ കടി കിട്ടിയത്. ഇപ്പോൾ നമ്മുടെ കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് പിന്നെ ചെറിയെങ്കിലും എടുത്ത് പയ്യൂനെ കെട്ടാനോ പോയ ഒരാളിനെ മറ്റേ അണലിയുടെ കടിയിട്ട് മരണപ്പെട്ടു. അത് വാർത്തയൊന്നും വന്നിട്ടില്ല. കോരാണിയിൽ വന്നത് മാത്രമേ, മുടപ്പുറത്ത് വന്നത് മാത്രമേ വാർത്ത വന്നുള്ളൂ. പക്ഷേ ഇവിടെ ഈ മുരുക്കുമ്പോഴേക്ക് അടുത്ത് ഇപ്പോൾ ഈ കഴിഞ്ഞ 4 ദിവസങ്ങൾക്ക് മുന്നേ ഒരാൾ പയ്യൂനെ കെട്ടാൻ പോയ സമയത്ത് കടികിട്ടി മരിച്ചു എന്നുള്ളത്. അപ്പോൾ ഇതൊന്നും വാർത്ത വരുന്നത്. അപ്പോൾ നമ്മൾ വാർത്തകളിൽ വരുന്ന
പാമ്പ് കടിയും മരണവും മാത്രമേ നമ്മൾ അറിയുന്നുള്ളൂ. അങ്ങനെയല്ല, ഹോസ്പിറ്റലിലെ കണക്ക് നോക്കുമ്പോൾ അതിലൊക്കെ ഒരുപാട് കൂടുതൽ ഹോസ്പിറ്റൽ നമ്മൾ ഗവൺമെൻറ് ഹോസ്പിറ്റൽ മാത്രം നമ്മൾ നോക്കിയാൽ അവരെ പ്രൈവറ്റ് നോക്കണം. അതുപോലെ തന്നെ ചെറിയ നഴ്സിംഗ് ഹോമുകളിൽ ട്രീറ്റ്മെൻറ്റ് ഉണ്ട്, ചെറിയ കടികളിട്ട് നടക്കുന്നുണ്ട്. പിന്നെ അതുപോലെ വൈദ്യന്മാർ ഇപ്പോഴും ട്രീറ്റ്മെൻറ്റിന് വൈദ്യന്മാരുണ്ട്, ചെറിയ കടികളൊക്കെ വൈദ്യമില്ല. അതിൻ്റെ ഒന്നും കണക്കുകളില്ല. എല്ലാ കണക്കും കൂടെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ കൂടുതലാണ് പാമ്പ് കടിയുടെ എണ്ണം വളരെ കൂടുതൽ ചൂട് കൂടുന്നത്. അതുമാത്രമല്ല അവർക്ക് ഇരിക്കാനുള്ള സാഹചര്യങ്ങളില്ല. അറിയാം, നമുക്ക് പറമ്പ് കുറവാകുമ്പോൾ എന്താ സംഭവിക്കുക? ഇത് നമ്മുടെ വീടിനോടൊപ്പം നമ്മളോടൊപ്പം ജീവിക്കാൻ അവർ പഠിക്കും. നമ്മളോടൊപ്പം നമ്മളോടൊപ്പം അദ്ദേഹം എന്താ പറയുക, നമ്മുടെ വീടിൻ്റെ പരിസരത്തുള്ള ചെറിയ മാളങ്ങളിലും വീട്ടിൻ്റെ അടുക്കളയുടെ സൈഡിലും ബാത്റൂമിൻ്റെ സൈഡിലൊക്കെ ഹോളിനകത്തിരുന്ന് മനുഷ്യൻ ഇറങ്ങുന്ന സമയം ഒഴിവാക്കി അവൻ പുറത്തിറങ്ങി വരുന്നൊരു സാഹചര്യമാണ്. പാമ്പുകൾ കൂടുതലായിട്ട് രാത്രി കാലങ്ങളിൽ സഞ്ചരിക്കുന്നു എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? പകൽ കാണാത്തതുകൊണ്ട്. പകൽ വീടുകളിൽ ആളില്ല, പകൽ എല്ലാവരും പണിക്ക് പോകുന്നുണ്ട്, പകൽ കാണുന്നില്ല. ഇവൻ പകലും സഞ്ചാരിയാണ്. ഒഴിഞ്ഞ പറമ്പുകളിലൊക്കെ അവൻ രാത്രിയൊന്നുമില്ല, അവൻ പകലും സഞ്ചരിക്കും, അവൻ രാത്രിയൊന്നുമില്ല, അവൻ എപ്പോഴും സഞ്ചരിക്കുന്നു. അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല. അദ്ദേഹത്തിന് ഇതാ പോകുന്നതിനകത്ത് നന്നായിട്ട് കാണും എങ്ങനെ പോകുന്നുണ്ടോ ചാക്കിനകത്ത്, നല്ല ഗ്ലാസ് പോലെ. അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല. ഇനി ഒരുപാട് കോളുകൾ വെയിറ്റിങ്ങിലുണ്ട്. അതിലുപരി നമ്മുടെ പ്രിയപ്പെട്ട ബാബുച്ചേട്ടനും അദ്ദേഹത്തിൻ്റെ ഫാമിലിക്കും നമ്മൾ നന്ദി പറയണം. കാരണം എന്ന് പറഞ്ഞാൽ ഇത്രയും നല്ലൊരു അതിഥിയെ, കണ്ണില്ലാത്ത ഒരു പാവം അതിഥിയെ നമുക്ക് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് നമുക്ക് പരിചയപ്പെടുത്താനുള്ള അവസരം ഒരിക്കൽ ശ്രീമാൻ ബാബുച്ചേട്ടൻ നമ്മുടെ AC പണിയാണ് ഇവിടെ പുള്ളി ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ വാഹനങ്ങളൊക്കെ വരുന്ന സ്ഥലത്തൊക്കെ പാമ്പ് ഇപ്പോൾ സർവീസ് സ്റ്റേഷൻ, ഇതിലേക്ക് സർവീസ് സെൻറ്ററിൽ പോയി ഞാനൊരു കരമനയ്ക്ക് അടുത്തൊരു സർവീസ് സെൻറ്ററിൽ കാറിൻ്റെ അടിയിൽ നിന്ന് നേരെ കുഴിക്കകത്തുകൊണ്ട് വലിയ മുറുക്കനെ എടുത്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ഒരു 3-4 ദിവസമേ ആയിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നു. എന്തായാലും വളരെ സന്തോഷം. നമ്മുടെ പ്രിയപ്പെട്ട ബാബുച്ചേട്ടനും അദ്ദേഹത്തിൻ്റെ ഫാമിലിക്ക് ഇവിടെ നിന്നുള്ള നല്ലവരായ നാട്ടുകാരോട് നന്ദി പറഞ്ഞുകൊണ്ട് ഇനി ഒരുപാട് കോളുകൾ വെയിറ്റിംഗ് ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ വിശേഷം നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി, പുതിയ സംഭവങ്ങളുമായി, പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാ സ്നേക്ക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ രണ്ടുപേരുടെ നന്ദി. നമസ്തേ.